എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരിയിലാണ്. അപ്പൊ ഇന്നലെ നമ്മള് സിക്കിമിലായിരുന്നു. സിക്കിമൊക്കെ ഇന്നലെ കറങ്ങി. സിക്കിമിലെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടും ഭയങ്കര മഴയായതുകൊണ്ടും നമ്മൾ സിക്കിമിൽ നിന്ന് ഇന്നലെ ഇറങ്ങി. നമ്മൾ നാദില പാസ് വരെ പോയുള്ളൂ. ഭയങ്കര മഴയും കോടമഞ്ഞും, അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അതെ, നാദില പാസിൽ പോയി ഒന്നും കണ്ടില്ല, മഞ്ഞ് മാത്രം കണ്ടു. പിക്കപ്പിന് വരെ ഈ വണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ കാലവർഷം 1 മാസം മുന്നേ തുടങ്ങി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തൊട്ട് മഴയാ, ഒഡീഷ തൊട്ട്. ചേമ്പ് കൃഷി ഉണ്ടോ അവിടെയൊക്കെ? ചേമ്പും തേയിലയും കൈത കൃഷിയൊക്കെ ഉണ്ട്. ചോളം ഒത്തിരി കൃഷികളുണ്ട് ഇവിടെ. ആ, ലക്നൗ 955, കൊൽക്കത്ത 527, പൂർണിയ 129. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് വെസ്റ്റ് ബംഗാൾ. ഇവിടുത്തെ നല്ല മണ്ണ്, കൃഷിക്ക് പറ്റിയ സ്ഥലങ്ങളെല്ലാം. ഇവിടെ എല്ലാം നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. എന്ത് മരങ്ങളാന്ന് നോക്കി തേയിലക്കകത്ത്. ഈ പ്രാവശ്യം നമ്മൾ പ്ലാനില്ലാത്ത 2 രാജ്യങ്ങളും കൂടെ കറങ്ങാൻ പോയി, ഭൂട്ടാനും നേപ്പാളും. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഭൂട്ടാനും നേപ്പാളും കാണാൻ പറ്റിയില്ലേ? അതെ അതെ, അമ്മയ്ക്ക് പോലും. അതെ, അതൊരു നല്ലതായിരുന്നു അല്ലേ? ദാമിക്കുട്ടിക്ക് പോലും. അതെ, ദാമിക്കുട്ടി പോലും നേപ്പാളിലും ഭൂട്ടാനും ഒക്കെ പോയി. ഇത്ര ചെറുപ്പത്തിലല്ലേ? നമ്മളൊക്കെ എത്ര വയസ്സായിട്ടാ ഒന്ന് പോയത്? അതെ, കോട്ടയത്തിന് വന്നതെല്ലാം പോലും എനിക്ക് വന്ന ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടാ. നേരത്തെ ഒക്കെ കോട്ടയത്തിന് പോകുന്നെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു. ബൈക്കിൽ 2 പേരുണ്ടോ? തേയിലത്തോട്ടത്തിൽ പണിയാൻ പോകുന്നതായിരിക്കും. മരുന്നടിക്കാനുള്ള ഞാനാ പുറയിരിക്കുന്നത്. പുത്തൻ ട്രാവലറിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ട്, ഇവിടുത്തെ പൈനാപ്പിൾ കൃഷി ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ പൈനാപ്പിളിന് അത്രയും വലുപ്പമില്ല ഇവിടുത്തെ പൈനാപ്പിളിന്. ചേസ് അല്ല, അത് നിലവിൽ ഓൾറെഡി റോഡ് കയറ്റുന്ന ഒരു വണ്ടിയാ. ഇല്ലില്ല, ബോഡിയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അതെ, എന്ന് പറഞ്ഞാൽ അപ്പൊ അത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല, എല്ലാം റെഡിയാ, ഓൾറെഡി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതെ അതെ, നമ്മുടെ അവിടെ നടക്കുകയല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഹൈവേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, NH-27 കൂടി. NH-27 ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് തുടങ്ങി ആസാമിലെ സിൽച്ചാറിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ആണ്, നാഷണൽ ഹൈവേ. എല്ലായിടത്തും നല്ല പച്ചപ്പ, മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എല്ലായിടത്തും നേരത്തെ മഴ തുടങ്ങി. ഇഷ്ടം പോലെ വെള്ളം. ആ വണ്ടിക്കകത്ത് കേട്ടോ ഒരു ക്യാബിൻ കിടക്കുന്നത്, ആക്സിഡന്റ് ആയ വണ്ടിയാ. ആ വണ്ടിയുടെ തന്നെ ക്യാബിനാ, അത് ആക്സിഡന്റ് ആയതാ. വണ്ടികൾ വരുന്നുണ്ടോ ഇതിലെയാണ്. എന്ത് ടോട്ടോ കിടക്കുന്നത് നോക്കിയേ. കുക്ക് ചെയ്യാനേ ഇവിടെ നിർത്തിയായിരുന്നു. അന്നേരം ഇവിടുത്തെ ടോയ്ലറ്റ് ഉള്ളതല്ലേ രാജേഷ് പോയി നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് BPCLന്റെ പമ്പ് എല്ലാം മിക്കവാറും ഇത് തന്നെയാണ്. നമ്മുടെ ടോയ്ലറ്റ് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയേക്കാം. അതെ അതെ, നമ്മുടെ ടോയ്ലറ്റ് ഇലക്ട്രിക് ടോയ്ലറ്റാ. അതിനെന്തോ ഇലക്ട്രിക് കംപ്ലൈന്റ്, അതുകൊണ്ട് ഫ്ലഷ് ആകുന്നില്ല, ഫ്ലഷ് വർക്ക് ആകുന്നില്ല. അടുത്തൊരു പമ്പ് കണ്ടിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്യാം. എന്നാ പാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ കുക്കിംഗ് തുടങ്ങിയേക്കാം. ഇത് ഇവിടുത്തെ സെൽഫ് കുക്കിംഗ് ഏരിയ. അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് ഉണക്കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉണക്കപ്പ് വെക്കണമെങ്കിൽ ഇന്നലെ വൈകിട്ട് വെച്ച കഞ്ഞി വെച്ച കുക്കർ കഴുകിയെടുക്കണം. അപ്പോൾ കുക്കറിനകത്ത് കപ്പ വേവിക്കാം. കപ്പ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ കൊത്തി ഉണക്കിയ കപ്പയാണ്, അതുകൊണ്ട് പിന്നെ അഴുക്കും ചെളിയൊന്നുമില്ല. കൊത്തി ഉണങ്ങിയോണ്ടേ എളുപ്പമുണ്ട് നമുക്ക്. അതെന്നാ അത് കപ്പയ്ക്ക് അരയ്ക്കാൻ എടുക്കും അച്ഛമ്മ. തേങ്ങായും ഉള്ളിയും മാത്രം പോരാ, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, മഞ്ഞൾ പൊടി വേണം. പച്ചമുളക് വേണോ അതിന്? പിന്നെ കപ്പയ്ക്ക് പിന്നെ മുളക് അരയ്ക്കണ്ടേ? പച്ചമുളക് തന്നെ വേണമെന്നൊന്നും ഇല്ല, കാന്താരി ആണേലും മതി. അഡ്ജസ്റ്റ് ചെയ്യാം. കാന്താരിയൊക്കെ ഇവിടെ കാണും, മാർക്കറ്റിൽ പോയി നോക്കണം. മിക്സി എടുത്ത് അരച്ചോളൂ. ആ ജനറേറ്റർ ഓൺ ആക്കണം. അപ്പൊ അതേ കപ്പയൊക്കെ കഴുകി അടുപ്പേ വെച്ചു. അപ്പൊ മീനോടെ വറുത്തേക്കാന്ന്. മുളക് അത്രയും വേണ്ട. ഈ ഒന്നാമത് കണ്ടാ ഇത് ഇച്ചിരിയേ ഉള്ളു കാന്താരി പോലെ, പക്ഷെ ഇതിന് ഭയങ്കര എരിവാ. കുഴപ്പമില്ല, അരച്ചോ. അതെ, അങ്ങനെയാ ഉദ്ദേശിച്ചത്. പിന്നെ ഇച്ചിരി കപ്പ കൂടുതലുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി മുളക് പൊടിയോ? പച്ചമുളക് ഇട്ട് ഇനി മുളക് പൊടി ഇടാൻ അതിനകത്ത്. കുഞ്ഞിക്കിളി എപ്പോഴും പറയും അച്ഛ കുക്ക് ചെയ്യുമ്പോ കുറച്ച് മുളക് ഇടാവുള്ളെന്ന്. എന്നാ ഇവിടെ പ്രശ്നം? ഇതെന്നാ
ഞാൻ ഇട്ടോളാം. നീ മറക്ക, ഞാൻ മറത്തോളാം. അല്ല ഒരു കാര്യം ചെയ്യ്, അണ്ണ മിക്സിയിൽ ഇതടിച്ചോ. അതമ്മ അരച്ചോ? പോയി മിക്സിക്കകത്ത് അരച്ചോ. ഇല്ല ഇല്ല. ഇതാകുമ്പോ ചുമ്മാ അങ്ങോട്ട് തോണ്ടിയിട്ടാ മതി. ആ ഇതെനിക്ക് ഇഷ്ടമുള്ള എന്നാ രാവിലെ എണീറ്റ് മുളക് മീനൊക്കെ കഴുകി വൃത്തിയാക്കി മുളകൊക്കെ പുരട്ടി വെക്കണ്ടായിരുന്നോ? അടുത്ത ദിവസം ഓരോന്നോരോന്ന് പെറുക്കിയത് കാണാം, അങ്ങോട്ട് കയറത്തി കുറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മളെ ഉണക്കമീൻ വറുത്തതും ഉണക്ക് കപ്പയാ. പഴയങ്ങഞ്ഞി. ആ ഇതേ നല്ല തുണ്ടമീനായിരുന്നു. മീനെ ഒരു ട്രിപ്പ് വറുത്ത് കോരി. കപ്പയും കൂടെ എടുത്തോ, കഴിച്ചേക്കാം. നല്ല വിശപ്പുണ്ട്. കപ്പയ്ക്ക് വിസില് വന്നോളൂ, അത് അതിനകത്തിരുന്ന് വേവണം ഇനി. അപ്പോൾ അതേ കപ്പ ഒക്കെ ഊറ്റി ഞങ്ങൾ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് മാറ്റി. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് ഇനി ഒന്ന് നമുക്ക് അരപ്പും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. അരപ്പൊന്ന് ചൂടാവട്ടെ, മൂടിയൊക്കെ. മുത്തിന് ഇച്ചിരി തൈരുമുളക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഇടിച്ചമുളക് ഇട്ട് തൈരുമുളക് ഉണ്ടാക്കാം. വിശാലമായ കുക്കിംഗ് ആണോ? മുളകൊക്കെ എണ്ണയ്ക്കകത്ത് ചൂടാക്കി കുറച്ച് ചുവന്നുള്ളി ചതച്ചതും കൂടെ ഇട്ടു. ഇനി ഇതേ തൈരിനകത്തോട്ട് ഇട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ചാൽ മതി. തൈരുമുളക് റെഡി ആയിട്ടുണ്ട്. കപ്പ ഇളക്കണമെങ്കിൽ ഇത്തിരി പാടാം, ഇത്തിരി കപ്പ കൂടുതലുണ്ട്. അപ്പം രാജേഷ് ചോറിടാൻ നിന്ന് അരി ഇടാൻ വേണ്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചു. കുക്കർ മാറ്റി വെച്ചു. ആ കപ്പ ഉണ്ടല്ലോ, മതി, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുക്കർ മാറ്റി വെക്കണ്ട, അത് കഴുകി വെച്ചു വേണം. അതും കുഴപ്പമൊന്നുമില്ല. കുക്കർ കഴുകണമെങ്കിൽ പുറത്ത് കൊണ്ടുപോകണം. കുക്കിങ് മാറ്റിയെന്നാ പറഞ്ഞത്, മാറിപ്പോയതാ. പഴങ്കഞ്ഞിയും ഉണക്കക്കപ്പയും ഉണക്കമീനും തൈരുമുളകും ഉണ്ട് ഉണ്ണി. കപ്പയും ഉണക്കമീനും സൂപ്പറല്ലേ? സൂപ്പർ. ഇച്ചിരി പഴയങ്ങഞ്ഞിയും കൂടെ ആയാലോ? നോക്കട്ടെ, ശ്രമിക്കാം. ഉണക്കക്കപ്പയ്ക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, വീട്ടിലാണ് ടേസ്റ്റ് ഇല്ല അല്ലേ ചേട്ടാ? ഉണക്ക് കപ്പയ്ക്കും മീനിനും. അല്ലാതെ വിശന്നിരുന്നോണ്ടല്ല. അപ്പൊ കാപ്പൂടിയൊക്കെ കഴിഞ്ഞത് കോക്കൊക്കെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. കോക്കൊക്കെ എന്ന് പറയാൻ പറ്റിയല്ല, മെയിൻ കുക്ക് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഗ്യാസൊക്കെ തീർന്നത്. ഇപ്രാവശ്യം മെയിൻ കുക്ക് ഉണ്ടായിരുന്നോണ്ടാ, കോക്കുക്ക് അല്ല മെയിൻ കുക്കാ കേട്ടോ. അതുകൊണ്ടാ ഗ്യാസൊക്കെ 10 കിലോ തീർന്നു. ഈ മെയിൻ കുക്കാന്ന് പറയും, കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം, അവസാനം പാത്രം കഴിവ് വരെ മെയിൻ കുക്കിന്റെ പണിയാണ്. ഓൾ ഇൻ ഓൾ മെയിൻ കുക്ക് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രമാണ്. അതെ പണിയെടുക്കണം. അതെ. പിന്നെയുള്ളത് ഇതെന്നാ അറിയോ, പാചകത്തിന്റെ ഇടവേളകളിൽ വണ്ടി ഓടിച്ചും കൊടുക്കണം, ഓടിക്കാൻ ചെയ്യണം. ഇടവേളകൾ ആനന്ദപ്രദമാക്കാനല്ലേ, ബോറടി മാറ്റാൻ വേണ്ടിട്ട്. അതെ. ഇതുണ്ടോ ഒരു ജുവാടെ കൊണ്ടുവന്ന ലോഡ് ഉണ്ടോ? കിളിയുണ്ടല്ലോ, കിളി പറയില്ലേ? ആ ഇതൊരു ടീ ഫാക്ടറിയാ. ഇതുണ്ടോ ഈ സൈഡിലെല്ലാം ചോളം ഉണങ്ങാൻ ഇട്ടേക്കുന്നത്. ഇവിടെ ഇപ്പൊ ചോളത്തിന്റെ വിളവെടുപ്പ് സമയമാണെന്ന് തോന്നുന്നു. ആ പോപ്കോണാ. സർവീസ് റോഡ് മൊത്തം ചോളം ഉണങ്ങാൻ എടുത്തേക്കുക. അതിലെ വണ്ടിയൊന്നും ഇപ്പം വരുന്നില്ലെന്ന് തോന്നുന്നു. കുഞ്ഞിക്കിളി അതെന്നാ ലോഡെന്നറിയോ ആ വണ്ടിയെ പോന്നെ? അത് ട്രാൻസ്ഫോമറാ, കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകുന്ന. ഇവിടെ ടാറിങ് നടക്കുക, അവിടെ മെയിൻ്റനൻസ് ആ, കുറച്ച് പൊളിഞ്ഞു പോയിടം കട്ട് ചെയ്തിട്ട് അവിടെ വീണ്ടും റീടാർ ചെയ്യുക, അവിടെ മാത്രം പാച്ച് വർക്ക് ചെയ്യുക. സീൽട്ടോർ സ്ഥലപ്പേരാ കേട്ടോ ഇതൊക്കെ. ചോളമുണ്ട്, നെല്ലും ഉണ്ട്. നെല്ല് ഉണങ്ങാനിട്ടിട്ടുണ്ട്. പുള്ളർ ലോഡ് ഇറക്കിയിട്ട് പോവാ. നമുക്കേ വേണമെങ്കിൽ ഇതിലെ നേരെ ചെന്നൈ വഴി പോവുകയാണെങ്കിൽ പൊന്നൂൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ പൊന്നൂനെ കൂട്ടിക്കൊണ്ട് പോവാം. 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, 2-3 ദിവസം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഡയറക്റ്റ് പൊക്കോ, ഞാൻ സെപ്പറേറ്റ് പൊന്നിനെ കൂട്ടിട്ട് വരാം. എങ്ങനെ? ആ വീട്ടിൽ വന്നിട്ടോ? ആ വീട്ടിൽ വന്നിട്ട് ഞാൻ പൊക്കോളാം. ആണ്, ഞങ്ങൾ രണ്ടുപേരുടെ ട്രിപ്പ് പൊക്കോളാം. എനിക്ക് യൂണിഫോം ബാഗൊക്കെ മേടിച്ച് വെച്ചേക്കാം, അതുകൊണ്ട് ഞാനില്ല. നിങ്ങൾ പോകുന്നവരൊക്കെ പൊക്കോ. അത്ര തന്നെ അല്ലേ? ചേച്ചോട്ട് പോകുന്നുണ്ടോ? എവിടെ? അവരെവിടെ പോകുന്നുണ്ടോ? ഇസ്ലാംപൂർ സ്ഥലം, ഗുഞ്ചാരിയ ഗ്രാമപഞ്ചായത്ത്, പഞ്ഞിപ്പാര ബസാറായത്. വേണ്ട വേസ്റ്റ് എല്ലാം കൊണ്ട് ഡിവൈഡറിൽ നടുക്കായിട്ടേക്കുന്നത്. എനിക്ക് ഇവിടെ എല്ലാം കുറെ കാര്യം ബംഗാളിന്റെ നല്ല സ്ഥലങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം പോയിരുന്ന എല്ലാ സ്ഥലങ്ങളും. പക്ഷെ ഈ ഭാഗം എല്ലാം ഭയങ്കര മോശമാണ്. നല്ല സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? ആ അതെ. മുസാഫർപൂർ 363 കിലോമീറ്റർ, പൂർണിയ 65, ബഗുസര 246. അപ്പോൾ നമ്മൾ കിഷൻഗഞ്ച് എത്തി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ പാലത്തിന് മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇത്ര മനസ്സിലായോ? ഇല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഈ പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ പോകുന്നത്.
ഈ കുറച്ചപ്പുറം നിന്ന് നമ്മളെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഈ NH-27 നിന്ന് നമ്മൾ മാറും. ഇപ്പം നമ്മളെ ബംഗാളിൽ നിന്ന് ബീഹാറിൽ കയറി. ഇവിടെ കുറച്ച് ദൂരം ബീഹാറിൽ കൂടെ ഓടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ബംഗാളിൽ കയറും. ബംഗാള് വലിയ സ്റ്റേറ്റ് അല്ലേ? എനിക്കിപ്പോഴാണ് ഈ സ്ഥലം മനസ്സിലായത്. സാധാരണ ഇവിടെ എപ്പോഴും രാത്രിയിലല്ലേ പോകുന്നത്? കാരണം രാത്രിയിലാണ് ഇവിടെ വരുന്നേ. ഗുഡ്സ് ട്രെയിൻ വന്നിട്ട് ഇവിടെ ലോഡ് ഇറക്കുന്ന സ്ഥലമാണ്. ഇതുണ്ട്, ഇതെല്ലാം സിമെന്റാ. ലോക്കൽ വണ്ടികൾ ഒത്തിരി ഉണ്ട്. കിഷൻഗഞ്ച് ബസ് സ്റ്റാൻഡ്. ആകാശേട്ടൻ കുറച്ചുകൂടെ അങ്ങ് പോണം, കുറെ മുന്നല്ല. മീൻകടയാ. മീൻ ഇതുണ്ട്, ഇത് വലിയ മീനുണ്ട് കേട്ടോ. അത് എന്നാ വലിയ മീനാന്ന് നോക്കിയത്, കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം തട്ടുകടകളാ നോക്കിയേ. ചെറിയ മാർക്കറ്റും ഉണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം ചോളമാണെന്ന് തോന്നുന്നു. ചോളമാണോ നെല്ലാണോ എന്ന് അറിയില്ല. ചോളം നിലത്ത് വീണ് കിടപ്പുണ്ട്. അതെ, ആ കമ്പനിയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന, അവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നേക്കുന്ന വണ്ടികളല്ല. ഇതുണ്ട്, ഇത് കണ്ടാൽ താമരയാന്ന് തോന്നുന്നു. പക്ഷേ ഇത് താമരയല്ല, ജലത്തിനകത്ത് വളരുന്ന ഒരു സസ്യം. ഇതിൻ്റെ കിഴങ്ങെടുത്ത് പിന്നെ കറി വെക്കുക, അച്ചാറുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ബംഗാളിലും ഒറീസയിലും ഒക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൃഷി ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇതിന് സിങ്കോള എന്നാണ് പറയുന്നത്. ഇത്രയും നാളെ പാടത്ത് കാണുമ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്നുണ്ടല്ലോ, അത് ആമ്പലല്ല താമരയാന്ന് ഓർത്തോണ്ടിരുന്നത്. ചോളത്തിന്റെ വിളവെടുപ്പ് സമയം ഇപ്പം വഴിയിലെല്ലാം അത് ഇതുണ്ടോ. നല്ല രസമല്ലേ കാണാൻ, നല്ല കളറ്. ഈ വിളവെടുക്കുന്ന സമയത്തെല്ലാം ഈ പിന്നെ സർവീസ് റോഡ് കയ്യേറും. പക്ഷെ ഇവിടെ മഴയും പെയ്തിട്ടുണ്ട്, നനയല്ലേ ഇവിടെ. ഇവര് വൈകുന്നേരത്തേന് കൂട്ടി എടുക്കും, ഉണക്കി കൂട്ടി. വൈകുന്നേരം മഴ പെയ്യുള്ളോ? അങ്ങനെ പെയ്യുള്ളായിരിക്കും. പോള പൂത്ത് നിൽക്കുന്നുണ്ട്, എന്തോരെയാന്ന് നോക്കി. എന്നാ രസാ, പൂ കാണാൻ നല്ല രസമാണ്. ഇതെല്ലാം ബേബർജാ തൂക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ലോഡ് കയറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മളെ കുറച്ച് ദൂരം ബീഹാറിൽ കൂടെ ഓടിയിട്ട് വീണ്ടും ബംഗാളിൽ കയറി. ചെറിയൊരു നാടൻ മാർക്കറ്റ്. പച്ചക്കറികൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പച്ചക്കറി ഒന്നുമല്ല, ചിക്കനൊക്കെ ഉണ്ട് അല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്, ചിക്കനും മീനും ഒക്കെ, മട്ടനും ഒക്കെ ഉണ്ട്. പക്ഷെ ചെളിക്കുളമാണ്. മാമ്പഴം ഇരിക്കുന്നു, നല്ലതാണോ? ഇവിടുത്തെ മാമ്പഴം ആയിരിക്കും കേട്ടോ ചിലപ്പം. ഇവിടെ മാമ്പഴം ഉണ്ടല്ലോ. നമ്മൾ ആ ഭൂട്ടാനിൽ ചെന്നപ്പോൾ അവിടുത്തെ മാർക്കറ്റ് കണ്ടായിരുന്നു, എന്നെ അടിപൊളിയായിരുന്നു. ഇത് മാർക്കറ്റാ. ഇത് മാർക്കറ്റാണ്. അല്ല, ഈ വേസ്റ്റ് എല്ലാം കണ്ടോ കിടക്കുന്നത്? എന്തേരെയാണ് വെള്ളം ഒഴുകി കൊണ്ടുവന്ന്. അവരവരുടെ കടയുടെ മുന്നിലേ ഈ വേസ്റ്റ് കിടക്കുന്നത്, എന്നിട്ടും അവർക്കൊന്നും യാതൊരു ഇതുമില്ലല്ലേ. അവരവര് ക്ലീൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ഭൂട്ടാനിൽ 8 ലക്ഷം പേരേ ഉള്ളൂ, ഇവിടെ 140 കോടിയാ. അതെ, അതിന്റെ ഒരു വ്യത്യാസം. ഇവിടെ മുന്നെന്ന് നമുക്ക് തിരിയണം. മാൾഡ 131 കിലോമീറ്റർ, റായ്ഗഞ്ച് 51, പൂർണിയൊക്കെ നേരെ പോവും. NH-27 നേരെ പോവും. ഇത് കണ്ടോ, ബംഗാൾ ബസ് കണ്ടോ, എന്നാ നീളമാന്ന് നോക്കിയോ ഫ്രണ്ട്, നല്ല കളർഫുൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ NH-27 ഇറങ്ങാം. നോക്കിയേ എന്നാ കുഴിയാന്ന് നോക്കി, ഭയങ്കര കിടങ്ങാണല്ലോ. റായ്ഗഞ്ച് ലെഫ്റ്റ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാ പോകണ്ടേ. ദാൽക്കോള എന്നാ ഈ സ്ഥലപ്പേര്. ഇവിടുന്ന് നല്ല വഴി അങ്ങോട്ട്, നല്ല വഴിയാ. NH-12 തുങ്കി ദിഗ്ഗി, റായ്ഗഞ്ച്, മാൾഡ, ദുർഗാപൂർ, ദാൽക്കോല ടൗൺ 1 കിലോമീറ്റർ, ഫറാക്ക 163 കിലോമീറ്റർ. ഫറാക്ക ബ്ലോക്ക് ഇല്ലാതെ പോയാൽ രക്ഷപ്പെടും. അതെ അതെ, ഇല്ലെങ്കിൽ ഒരു ഓർമ്മയല്ലേ മൊത്തേ. അതെ, മറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങോട്ട് ഇവിടെ എല്ലാം ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. ഇന്ന് ചെറിയൊരു മൂടലാ, മഴയൊന്നുമില്ല. ആ ചൂടില്ല ഈ പ്രാവശ്യത്തെ ടൂറിന്, ചൂടേ. അതെ, അതുകൊണ്ട് നല്ലതായിരുന്നു. ആ പടം ഇന്നലത്തെ ഒരു ദിവസം മോശമുള്ളായിരുന്നു. അല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ആന്ധ്രയിൽ മാത്രമേ ഉള്ളൂ. ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഉള്ളായിരുന്നു ചൂട്. അതും വലിയ ചൂടെന്ന് പറയാൻ പറ്റിയല്ല, ചെറിയ ചൂട്. ബാക്കി സ്ഥലങ്ങളായിരുന്നു. നമ്മളെ ഒരു കാഴ്ചയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അറിയോ, ആ തീസാ നദിയുടെ ഒഴുക്ക് രാത്രി കാണാൻ എന്നാ ഭീകരത. നമുക്ക് ഒരു ബഹുമാനം തോന്നുന്നു, അതുപോലത്തെ ഒഴുക്ക് കഴിഞ്ഞു വരുന്നത്. അതാ ഹോം സ്റ്റേയിലെ പുള്ളി പറഞ്ഞില്ലേ, അവിടെ ഒരു പ്രാവശ്യം ഈ ഫ്ലഡ് ഉണ്ടായിട്ട് അവിടുന്ന് ഒരു ഏരിയ മൊത്തം ഇങ്ങ് പോന്നെന്ന്. എല്ലാം ഈ തീസാ നദി വന്നെന്ന്, വീടുകളും കുറച്ച് വർഷം മുന്നേ. സിക്കിമില് അതുപോലെ ഇല്ലല്ലേ അല്ലേ, മലപ്രദേശല്ലേ. അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകൾ തമ്മിൽ ഹൈറ്റിന് വ്യത്യാസം. ഭൂമിശാസ്ത്രപരമായിട്ട് അതെ, ഇങ്ങനെ ഈ പൊക്കി എല്ലാം ഉണ്ടാക്കിയേക്കുന്ന മൊത്തം. കഴിഞ്ഞ മഴക്കാലത്തെ നമ്മള് ഉത്തരാഖണ്ഡിലൊക്കെ എന്നാ പ്രളയമായിരുന്നു അല്ലേ? അന്നേരം കാണത്തില്ല, നമ്മള് ടിവിക്കകത്ത് കാണത്തില്ല, ഇങ്ങനെ ആ ഒരു മല മുഴുവൻ ഇങ്ങനെ പോരുന്ന കാണത്തില്ല. ഉറപ്പത്ര പോരാ.
ചരല് കൂടിയ മണ്ണ അതാ. കുഞ്ഞുങ്ങളി, ആ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇഷ്ടമാണോ? ആ ആ, അതിനകത്തെ കോണാ അതെ ഈ വഴി കിടക്കുന്നത് കേട്ടോ. കേട്ടോ, നിങ്ങൾ വലിച്ചു കുടിക്കുന്ന സാധനം, അതിനകത്തോട്ട് ഇടാനുള്ള സാധനങ്ങളാണ് ഇത്. അതിനകത്തോട്ട് ഇടാനുള്ള സാധനം. ഇത് പൊടിക്കാനുള്ള അല്ലേ കുഞ്ഞിക്കിളി? അത് പച്ചയല്ലേ? അല്ല, അതിനകത്ത് ഒടിക്കുന്നില്ല, ഇതുപോലെയാ ഇടുന്നത്. ഇതുണ്ട്, ഇതിന്റെ ഇലക്കുണ്ട്, എന്നാ വട്ടം വന്ന് നോക്കിയേ അല്ലേ? എനിക്ക് അതിന്റെ അടുത്ത് പോയി ആ ഇലയുടെ ഡിസൈൻ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പാടാ, ഒരിടത്തും ഇറങ്ങിപ്പോ. ചതുപ്പ്. മഴ പെയ്ത എന്ത് ചെയ്യില്ലേ ഇവര്? മഴ പെയ്താൽ അവര് വാരി കൂട്ടി വെക്കും അതല്ലേ, എന്നിട്ട് മൂടിയിടും, പടുതാ മൂടിയിടും. ജുഹാടെ പോകുന്ന ലോഡ് ഉണ്ടോ? എത്ര ടണ്ണാന്ന് നോക്കി. ഇതിപ്പോ ബോഡി കെട്ടേണ്ടത് മനസ്സിലായില്ലേ? ഇത്ര നമ്പരും ഇല്ല, ബോഡിയൊക്കെ അത്രേ ഉള്ളൂ. താമര നിൽക്കുന്നുണ്ടോ? ഭയങ്കര രസം നോക്കിയേ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പറിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അതിലെ ഇറങ്ങിപ്പോകാൻ പാടാ, നല്ലപോലെ വിരിഞ്ഞിട്ടില്ല, മുട്ട എല്ലാം കൂടുതലും. വിരിഞ്ഞതുകൊണ്ട് കൂടെ. ഇങ്ങോട്ട് നോക്കിയ ആ വണ്ടിയില് പ്ലാവല് എന്തോന്ന് കയറ്റുന്ന കേട്ടോ. പ്ലാവല് തന്നെയല്ല, വേറെ ഇലയുണ്ട്. എല്ലാം ആടിനുള്ള തീറ്റയാ. അതവിടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു, ഒരു 50 കിലോമീറ്ററിനപ്പുറം. അവിടെ എനിക്ക് വന്ന് തിരിച്ചു വിടുന്നുണ്ടോ വഴി? ഇല്ല, അപ്പുറ സൈഡ് ഓപ്പണാ, പക്ഷേ ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്നതാണ് ഇവിടുന്ന്. അപ്പുറത്തോടെ കറങ്ങി പറഞ്ഞാലേ മറ്റേ കുറെ ദൂരം പോയി കറങ്ങി വരണം, അതിന് വേണ്ടി എളുപ്പത്തിന് കയറി പോന്നാ. അതെ, അങ്ങോട്ട് കുറെ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു തിരിച്ചു പോന്നെ വണ്ടിക്കാരെ. ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ, അതുകൊണ്ടാ. ഇപ്പൊ അങ്ങോട്ട് വന്നു. ഇത് എവിടുന്ന് വന്നാ പറഞ്ഞ? ഇപ്പോഴെങ്ങാണ്ട് സംഭവിച്ചുള്ളൂ കേട്ടോ. അയ്യോ, ടോട്ടോയായിട്ട് ഇടിച്ചിട്ട് മറിഞ്ഞ. അയ്യോ, അതല്ലേ വല്ല ആൾക്കാർക്കും ഇല്ല പറ്റുമോ അല്ലേ? ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിൽ ഉള്ളിത്തൊലി പോലെ ഇരിക്കുന്ന വണ്ടിയാ. അതെ അതെ, ഒരു ഇതും ഇല്ലാത്ത. സത്യം പറഞ്ഞാൽ അതല്ലേ പോകുമ്പോഴൊക്കെ കേറാൻ പേടിയാ. കാളിയാഗഞ്ച്, ഫറാക്ക 98 കിലോമീറ്റർ, മാൽഡ ബൈപ്പാസ് 58 കിലോമീറ്റർ, കൊൽക്കത്ത 390. നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. ഡീസൽ റിസർവായി. ഇവിടെ തന്നെ നിർത്തിക്കോ, ഇവിടെ വലത്തേക്ക് ഈ സൈഡിൽ നിർത്തിക്കോ. ഇപ്പോൾ ഡീസലിന് ഇവിടെ 97 രൂപ 17 പൈസ. 5 രൂപയ്ക്ക് അടുത്ത് ഡീസൽ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ വില 92 ചില്ലറയായിരുന്നു, ഇപ്പോൾ അത് 97-17 അപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റൊക്കെ ചേഞ്ച് ആയി. ഇറങ്ങി ഒരു ചെറിയൊരു മയക്കം വാങ്ങി. ട്രക്ലേ ബയ്യ അവിടെ 2 സൈഡിലും വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ കുറേ ചാക്ക് തൂക്കിയിട്ടേക്കുന്നുണ്ടോ? എന്താണോ എന്തായാലുമൊക്കെ, എല്ലാം വല്ല പണിക്കാരുടെയും തുണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഉറക്കക്ഷീണം മാറിയില്ലേ? മാറിയോ? ഒരേ ഇരിപ്പ് ഇരിക്കുന്ന അങ്ങനെ നമ്മുടെ ശരീരം അനങ്ങുന്നില്ല. ഒരേ ചുമ്മാ കട്ടി ചാപ്പാടും നൈസ് പണി. അതെ, ഇന്നലെ നാക്ക് മാത്രമേ അനങ്ങിയുള്ളൂ, ശരീരം അനങ്ങിയില്ല. രാത്രി മൊത്തം വേഗം വർത്താനം പറയാൻ ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് ഓടിക്കുന്ന ആൾക്ക് ഉറക്കം വരികയില്ല. അതെ, കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു, പുള്ളിയുടെ മടിയിൽ ഒരു ആടിരിക്കുന്ന കണ്ടോ? കണ്ടോ? ഒരു കുഴപ്പമില്ല. ആലു ടോട്ടോയില് എല്ലാം നെല്ലും ചോളവും. എന്താ ആട് ഒരു വിഷയമില്ലായിരിക്കുക മടിയില്. ഗോൾബാരിയായി സ്ഥലം. കിഴങ്ങ് നല്ല ഇവിടുത്തെ കിഴങ്ങ് അവിടെ ഒരു വണ്ടിയെ ലോഡ് കയറുന്നുണ്ടായിരുന്നു. നല്ല കിഴങ്ങല്ലേ? ഒരു ചാക്ക് മേടിച്ചോണ്ട് പോയാലോ? അതെ, ബൈക്ക് റൈഡേഴ്സ് എത്ര പേരാന്ന് നോക്കി. 5 ബൈക്ക്. ഒരാൾ അല്ല, പുള്ളി കാല് വയ്യാത്ത, അതുകൊണ്ടാ. 5 പേരൊന്നും അല്ല, ഇത് എത്ര ബൈക്കാ പോകുന്നത് നോക്കി. നീ പറയാൻ വരുന്നുണ്ട്. കിഴങ്ങിന്റെ സീസണാണ് ഇവിടെ കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. 2 സൈഡിലും എന്ത് വണ്ടി കിടക്കുന്നെന്ന് നോക്കി. ബംഗാളിന് ആദ്യം വരുമല്ലേ? ഒറീസ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ വണ്ടിയെല്ലാം അങ്ങോട്ട് പോവാം. ഞാൻ ആകെ പോയേക്കുന്നത് കർണാടക, തമിഴ്നാട്, ആന്ധ്രയൊക്കെ ഉള്ളു.
അപ്പം മധ്യപ്രദേശ് അങ്ങോട്ടേ പോയിട്ടുള്ളൂ. ആന്ധ്ര എന്ന് പറഞ്ഞാൽ തിരുപ്പതി വരെയല്ലേ വന്നിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ ഇതിലെ ഇപ്പൊ നമ്മൾ ഈ വഴിക്ക് പോവാണെങ്കിൽ ആന്ധ്ര ഒരു 1000-1100 കിലോമീറ്റർ ഓടാം. പിന്നെ ഒഡീഷ ഒരു 350-400 കിലോമീറ്റർ, ബംഗാള്. അതെ. അപ്പം സ്ഥലങ്ങളൊക്കെ കണ്ട അങ്ങ് പോവാം. എവിടെ പോണം? പോവാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കണം. സ്ഥലമൊക്കെ കണ്ടു പോകത്തില്ലേ? നമുക്ക് ഇനി ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റയടിക്കേണ്ട ശരിയാവില്ല, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്. ആണോ? ഘട്ടം ഘട്ടമായിട്ട് കാണുവാണല്ലേ. പ്രായമായതുകൊണ്ടായിരിക്കും അല്ലേ? പ്രായമായതുകൊണ്ടല്ല, നമ്മൾ രണ്ടുപേരും പ്രായമല്ലേ. അല്ലല്ലോ, എന്റെ മൂത്ത വയസ്സ് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ ഉണ്ണിച്ചേട്ടാ നീ വിളിക്കാൻ വിളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നെക്കാട്ടി മൂത്ത മറവിയാണെങ്കിലേ വലിയ ചന്ദ്രനാഥ് ബെസ്റ്റാ കേട്ടോട്ടെ. ചെന്നിട്ട് ഭയങ്കര തിരക്കാന്നും പറഞ്ഞ് ഫ്ലൈറ്റിന് പോകണമെന്നും പറഞ്ഞ് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സച്ചുവിനെ കൊണ്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യിച്ചു. അത് ശരി. അതിന്റെ സംഭവം അറിയോ? സ്കൂള് തുറക്കാൻ പോവാ. അത് മനസ്സിലായി. അതിനെ ഉണ്ണി എന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അതല്ല, പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള ചിരട്ടയിലൊക്കെ ചിരട്ടപ്പാല് കുറച്ചിട്ട് വേണം സ്കൂളിൽ വിടാൻ. നിങ്ങൾ തന്നെ പറയുന്നത് മഴക്കാല ക്ഷാമകാല വരാൻ പോകും. അതിന് മുമ്പ് ഉള്ളതെല്ലാം ചിക്കി പറിച്ച് ഉണക്കി ഉള്ള വെയിലത്തിട്ടൊക്കെ ഉണക്കി കൊടുത്താലേ 10 പൈസ കിട്ടുള്ളൂ. നാട്ടിൽ ഭയങ്കര മഴ കേട്ടോ, ഉണങ്ങി കിട്ടുകയല്ല. സാരമില്ല, പുകച്ചായാലും പേടിപ്പിച്ചിട്ട് ഉണക്കും. എനിക്ക് രണ്ടുപേര് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ലെന്ന് ഓർത്താ 11 മണിക്ക് കാപ്പി പിടിച്ചോണ്ട്. സമയം 3:15. 4:15. ശരിയാ, അങ്ങനെ നോക്കിയാ 4:15. പഴങ്കഞ്ഞിയും 11-12 ആയില്ലേ കാപ്പി കുടിച്ചപ്പോ? ഇതേ പഴങ്കഞ്ഞി, തൈര്, ഇഞ്ചിയും മുളകും എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് പിന്നെ ഇത് ഉണക്കമീൻ വറുത്തതും. ഫറക്ക റായ്ഗഞ്ച് ഹൈവേ, സെക്ഷൻ ഓഫ് NH-12. ഇത് പ്രൈവറ്റാ. ഒരു മിനിറ്റ്. മലയാളം കേരളത്തിൽ എവിടെ ആയിരുന്നു ചോദിച്ചാ? കേരളത്തിൽ എവിടെ ആയിരുന്നു ജോലി ചെയ്തേ? കേരളത്തിൽ വന്നിട്ടുണ്ടോ? എവിടെ ആയിരുന്നു? തിരുവനന്തപുരം. 3 വർഷം. ഞങ്ങള് കോട്ടയം. മനസ്സിലായി. 3 വർഷം അല്ലേ? ശരി. 3 വർഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്താ? തിരുവനന്തപുരം സിറ്റിയില്. ഈ ചോളമൊക്കെ ആയിരിക്കും ഇറക്കാൻ വേണ്ടി വന്നേക്കുന്ന ഇവിടെ ഈ കമ്പനിയിൽ. എന്റെ ഡ്രൈവറെ കണ്ടോ? മാൾഡ മാമ്പഴോ ഇതാണെങ്കിൽ നോക്കിയിട്ട് പോയാലോ, നിർത്തുവാണെങ്കിൽ നോക്കാം. ഇത് രണ്ടും ഒരേ ഐറ്റം, ഇത് വേറൊരു ഐറ്റം. ഇതൊന്ന് ഇതിപ്പോൾ കൊണ്ടുവന്ന പഴുത്തതല്ല, പച്ചയാണ്. അപ്പോൾ നമ്മളൊരു 5-6 കിലോ മാങ്ങ മേടിച്ചു, 2 ടൈപ്പ്. പച്ച മേടിച്ചു, പഴുത്തവും മേടിച്ചു. പച്ച ഒരു 3 കിലോ മേടിച്ചു, അതിന് 70 രൂപ. അത് ഈ അലകല വ്യത്യസ്തമായ ഓരോന്നിനും ടേസ്റ്റാണ്, 2-3 ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 3 കിലോ പഴം മേടിച്ചു, അതിന് 60 രൂപയുടെ. ഇത് പച്ചയാണ്, 70 രൂപ. അതൊരു 3-4 ദിവസം ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ അവിടെ വരുന്ന മാങ്ങ കേട്ടോ, ആ നടുക്കൊക്കെ ഇരിക്കുന്ന ആ ടൈപ്പ്. ഇവിടെ മാമ്പഴ സീസൺ സ്റ്റാർട്ടാവുക, അതുകൊണ്ട് ഇവിടെ എല്ലാം കടകളുണ്ടാക്കുക. ഒരു മുള വെച്ചൊക്കെ കടകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം മാമ്പഴങ്ങൾക്ക് ഫേമസ് ആണ് മാൾഡ. ഇതെല്ലാം മാവിൻ തോപ്പാ. ഇപ്പോഴേ ആക്കിയാലും മാമ്പഴം മേടിച്ചാൽ ഒന്ന് ചെത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാളിയാച്ചക്ക് എന്ന് പറഞ്ഞ സ്ഥലം, കാളിയാച്ചക്ക്. ഇത് ഇവിടുത്തെ ഒരു മസ്ജിദാണ്. ഫറാക്ക 21 കിലോമീറ്റർ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ചെത്തിത്താ. എന്താ നേരെ നോക്കാപ്പടെ ഒരു ചെറിയൊരു പീസാ കിട്ടിയത്. എനിക്ക് ചെറിയൊരു പീസേ കിട്ടിയുള്ളൂ. നല്ല തിരക്കാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ. ഇവിടെ ബിരിയാണി ഉണ്ട് കേട്ടോ, ബംഗാൾ ബിരിയാണി. ബിരിയാണി വേണോ? ഈ സമയത്ത് കിട്ടുകയല്ലേ? ചിക്കനുണ്ട്, മട്ടനുണ്ട്. ആ സൈഡ് ഉണ്ടോ? എന്ത് വണ്ടിയാ? നല്ല തിരക്കാണല്ലോ ആ ലൈനിൽ. ഇവിടെയൊക്കെ ചിലപ്പം ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. പോയി നോക്കിട്ട് വരാം. എന്നാ കുഞ്ഞുങ്ങളിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ മട്ടൻ കിട്ടുമെങ്കിൽ മട്ടൻ മേടിച്ചേക്കാം. നാളത്തേക്ക് നമുക്കൊരു മട്ടൻ ബിരിയാണി വെച്ചേക്കാം. ആട് കച്ചവടം, ആടിനെ വിൽക്കാൻ കൊണ്ടുവന്നേക്കുന്ന. ഇത് മാമ്പഴമാണെന്ന് തോന്നുന്നു. മാമ്പഴമാണോ? പിന്നല്ലേ അല്ലേ? അതെ, മാമ്പഴം അല്ല, ലിച്ചിയാ. ഞാൻ അതിനകത്ത് ഈ തണ്ടിങ്ങനെ അകത്തേക്ക് ഇറക്കി വെച്ചേക്കാം, കൊണ്ടുപോകാനെങ്ങാണ്ട് കയറ്റി വെച്ചേക്കാം. അതെ, മട്ടൻ ഇപ്പൊ കിട്ടുകയല്ല, രാവിലെ കിട്ടത്തുള്ളൂ. രാവിലെ കിട്ടുള്ളൂ, അതാ ഞാൻ പറഞ്ഞേ. രാവിലെ നോക്കാം. അല്ല വേണേ ചിക്കൻ മേടിക്കണോ? വേണ്ട, നാളെ മേടിക്കാം അല്ലേ? കുറേ ദിവസമായിട്ട് ചിക്കനായിരുന്നു. അതെ, ഒന്ന് മാറ്റി പിടിക്കാം. നാട്ടുകോഴികൾ കണ്ടോ, എല്ലാം കാക്കിലെ വെച്ചേ ഉള്ളൂ. ചെറിയ കാട്ടുകോഴി പോലെ ഇരിക്കുന്നു അല്ലേ? കാട്ടുകോഴി പോലെ ഇരിക്കുന്നു.
കടയുണ്ടോ? കടയില്ല. ഫിഷറി ഉണ്ടോ? ഇവിടെ എല്ലാം ആവിയല്ലേ ഭയങ്കര, അതുകൊണ്ട് ഫിഷറി വേണോ? ഓലക്ക് ഓല ലിച്ചിയാ നമ്മളവിടെ കൂടിനകത്ത് കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ, ഇതാ ലിച്ചി. ഒരു കെട്ട് വേണോ 2 കെട്ട് വേണോ? തൂക്കമല്ല, കെട്ടാ. ഒരു കെട്ടിന് 150 രൂപ. അത് 2 കെട്ടാ. ഇതൊക്കെ ഓരോ ഗ്രാമത്തിലോട്ടുള്ള വഴിയാ. എന്നാ തിരക്കാന്ന് നോക്കിയത്. ഇനി ഇവിടെ മാർക്കറ്റ് ദിവസമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കിയേ, വണ്ടിയുടെ പുറത്ത് ആൾ കയറി വന്ന്. ഇവിടെ ഈ ഹൈവേലെ ഇതുപോലെ കുറേ ക്രോസിങ്ങുകളുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ തിരക്കാം. ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ വേണ്ടായിരുന്നു ഹൈവേ പണിതപ്പോൾ. ഇത് അധികം കാലം ഒന്നും ആയില്ല 4 ലൈൻ ആക്കിയിട്ടേ. ഇതുണ്ടോ എത്ര പേരാ പോകുന്നതെന്ന്? ജുഹാടല്ലേ, എവിടെ പണിക്ക് പോയിട്ട് പണി കഴിഞ്ഞ് പോന്നാ. കൂൾ ഡ്രിങ്ക്സ് വേണോ? ഇത് കണ്ടോ എന്നാ കളറാന്ന് നോക്കി, കളർഫുള്ളാ. ഇത് പൊഴിച്ചു കഴിഞ്ഞാലേ നമ്മള് ഓറഞ്ച് കളറായി. അത് ശരിയാ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ഫറാക്കൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇന്നാളെ ഒന്ന് ബ്ലോക്കിൽ പെട്ട സ്ഥലമായത്. ഇന്നാക്കിയാലും ബ്ലോക്കില്ലെന്ന് തോന്നുന്നു. വണ്ടികൾ പോകുന്നുണ്ട്, തിരക്കില്ല. ജലാൽപൂർ സ്റ്റാൻഡ്, ജാമി മസ്ജിദ്. കുറേ ദിവസമായിട്ട് ഈ ഓണടി ഒന്നും കേൾക്കാനില്ലായിരുന്നല്ലോ. എന്ത് പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. അതെ, ഇപ്പൊ കണ്ടോ ഭയങ്കര ഓണം. ഇതൊന്നും അല്ല, ഇവരെ ഏറ്റവും കൂടുതൽ ഓണർ ഉപയോഗിക്കുന്നത് ഇവിടെ ഒന്നും അല്ല, ഇതിലുള്ള സ്ഥലങ്ങളുണ്ട് വേറെ. ഉണ്ടോ? എല്ലായിടത്തും ഈ ഇലക്ട്രിക് ഓട്ടോകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഹൈവേ ഇങ്ങനെ തന്നെ പോകുന്നതുകൊണ്ടേ ആൾക്കാർ ക്രോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാണ്. വണ്ടികൾ ഹൈവേയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ, വന്നുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഓർത്ത് ഇവിടെ ആൾ കൂടെ നിൽക്കുന്നത് എന്നാന്ന്, ആടിൻ്റെ മാർക്കറ്റായിരുന്നു. ബിരിയാണി കിട്ടിയില്ല, അവിടെ ഇല്ല. നമുക്ക് നാളെ നോക്കാം. നാളെ നമുക്ക് വെച്ചേക്കാം, ബിരിയാണി വെച്ചേക്കാം. സ്വന്തം സന്തോഷമില്ലല്ലോ അങ്ങോട്ട്. അല്ല, ആംബുലൻസാണ് ഡെഡ് ബോഡി കൊണ്ട് പോകുന്നത്. നല്ല തിരക്കാണ് അവിടെ ജംഗ്ഷനിൽ. ഇതുണ്ടോ ഇവിടുത്തെ അടുപ്പുണ്ടോ? ഈ ഹോട്ടലാണ് ഇത്. അടുപ്പുണ്ടോ? കൊയില കൽക്കരി. അപ്പം തീ നല്ലപോലെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ? നല്ല ചൂടുമായിരിക്കും. ഇത് കെടുത്തേക്കുന്ന ഇതുണ്ടോ, കത്തുന്നിടത്ത് നോക്കിയേ എന്നാ ചൂടാണ്, എന്നാ കനലാണ്. അവിടെ അടിയിൽ വിറകാണോ വെച്ചേക്കുന്നതെന്ന് നോക്കിയാൽ വേറെ എന്നാ നോക്കി. അതെ, ഫാൻ വെച്ച് കൊടുത്തേക്ക് അങ്ങോട്ട് കാറ്റടിച്ച് അത് ഫാൻ അങ്ങോട്ടിൻ്റെ കാറ്റടിക്കുന്നതനുസരിച്ച് ഇവിടെ നല്ലപോലെ കനലങ്ങ് കത്തും. സൂര്യനതേ അങ്ങ് അസ്തമിക്കാൻ തുടങ്ങുന്നു നോക്കി. ഇന്നത്തെ അസ്തമയം ബംഗാളിൽ. ഇന്നത്തെ സൂര്യന് കളറില്ല, ഈയിടത്തെ അത്രയും കളറില്ല. മൂടലില്ലായിരുന്നു, ഇന്ന് മൊത്തം വെയിലില്ലായിരുന്നു. നല്ല അടിപൊളി ആറ്റുമണൽ, തടി ചുടുകട്ട, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാവരും മണലിൽ ചുമ്മാ നദിയിൽ ഇറങ്ങി വരുകയല്ലേ, വണ്ടി കൊണ്ടുപോയിട്ട് JCB കയറ്റിക്കാൻ പോരുകയല്ലേ. ഡിവൈഡറിൽ ഓരോരുത്തർ കയറിയതേ. അതെ കൊള്ളാല്ലേ, നല്ല ഫണ്ണായിട്ടുണ്ട്. അതെ, അവിടെ ചായക്കടയിലൊക്കെ എന്തേലും ആൾക്കാരാ. നല്ല തിരക്കാ. കുറച്ചു പേരൊന്നും അല്ലല്ലോ. നമ്മള് പാർക്കിലൊക്കെ പോയിരിക്കുന്ന പോലെ. പക്ഷെ കൊള്ളാട്ടോ. ലിച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലല്ലായിരുന്നോ? നല്ല ലിച്ചിയായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? ഫ്രഷ്. ഇനിയും വേണം. ഇത് പഴയ വണ്ടിയാ, മോഡൽ കുറഞ്ഞ വണ്ടിയാ. ടോട്ടോകൾ എന്തേലും നോക്കിയേ. എന്ത് ഓട്ടോറിക്ഷ നോക്കിയാ, എന്നാ തിരക്കാ. ഇവിടെ ലിച്ചിയുണ്ട് കേട്ടോ. അതെ, ആടിനുള്ള തീറ്റി പ്ലാവല തന്നെയല്ലേ, വേറെ തണ്ടലൊക്കെ ഉണ്ട് അതിന്റെ കൂടെ. ഇത് പ്ലാവലേ കൂടുതലും. മുമ്പേ ഞാൻ ആ വണ്ടി ലോഡ് കയറ്റി പോന്ന കണ്ടില്ലേ, അതിന്റെ കൂടെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, പോത്തുംവണ്ടി പോന്നു. പോത്തുവണ്ടി വളരെ കുറവായിട്ടാണ് കാണുന്നത്, റെയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫറാക്ക എടുത്തു. ഫറാക്ക ബാരേജിലെ ബ്ലോക്കാണ്, ചെറിയ ബ്ലോക്കേ ഉള്ളൂ. സാധാരണ ഇവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. ഇന്നതൊക്കെ അത്ര ഇല്ല. ഇന്ന് തിരക്ക് കാണുകയല്ലോ എന്ന് ഓർത്താ. വഴിയിൽ വലിയ തിരക്കൊന്നും കണ്ടില്ല, പക്ഷേ ചെറിയ ബ്ലോക്ക് ഉണ്ട്. നമ്മളെ 1.25 മണിക്കൂറായി ഇവിടെ വന്നിട്ട് ബ്ലോക്ക് കിട്ടിയിട്ട്. ഇപ്പോൾ ഏതൊക്കെ ആയാലും നമ്മളിതേ ഫറാക്ക ബാരേജിലെത്തി. ഇവിടെ ശരിക്കും ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് വേണം പോകാൻ. തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് റെയിൽവേ ലൈനും കേട്ടോ. ഇതിൽ ഒരു ട്രെയിൻ വന്നിരുന്നത് നല്ലതായിരുന്നു കേട്ടോ. മിക്ക വണ്ടികളും ഓഫ് ചെയ്ത് തന്നെ വരുന്നത്. ചിലർ പിന്നെ അറിയാതെ ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ വരുന്നവരും ഉണ്ട്. ബാരേജിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ പോകുന്നത്. പുതിയ പാലം അവിടെ പണി തീർന്നില്ല, പണിത് വരുന്നുണ്ട്. അപ്പോൾ ആ പാലം പണി തീർന്നാൽ വണ്ടികളെല്ലാം അതിലേ ആയിരിക്കും ഇനി പോകുന്നത്.
ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ട ഇത്. ഒരു ബാരേജാണ്, ഫറാക്ക ബാരേജ്. അതെ, ഇതെന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത് പോകുന്നത്? ലൈറ്റ് ഓഫ് ചെയ്ത് പോകണമെന്ന് പറയുന്നത് ഇവിടുത്തെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ബോർഡർ ഏരിയ ബംഗ്ലാദേശുമായിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം വണ്ടി ഇതിലെ പോകുന്ന വണ്ടികൾ ലൈറ്റ് ഓഫ് ചെയ്ത് രാത്രിയിൽ ഓഫ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ മിക്കവാറും ഇതുപോലെ ട്രാഫിക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വണ്ടികൾ പോകത്തുള്ളൂ. അതിനെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരുപാട് ഡ്രൈവർമാർ ലൈറ്റ് ഇട്ടോണ്ടും വരുന്നുണ്ട്. ഇട്ടോണ്ട് വരുന്നുണ്ട്. പക്ഷെ അറിയാവുന്നവർ ഓഫ് ചെയ്തിട്ടാ വരുന്നത്. അറിയത്തില്ലാത്തവര് ലൈറ്റ് ഇട്ടും വരുന്നുണ്ട്. ഉണ്ണിബ്രോ അങ്ങനെ ഗംഗാനദിയും കണ്ടു. അതെ, വേണമെങ്കിൽ ഒന്ന് മുങ്ങാം. അതെ, ട്രെയിൻ ഒരെണ്ണം വന്ന് പോയി. ആണ്ടേ അതേ പോന്നു. കണ്ടില്ല, അതല്ലേ പോന്നേ. അങ്ങോട്ടുള്ള ലൈനും നല്ല ബ്ലോക്കാണ്. നമുക്ക് 3 മണിക്കൂർ ബ്ലോക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല. ന്യൂ ഫറാക്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് വഴി തിരിച്ചു വിട്ടേക്കുക. അതാ ഇവിടെ ഇച്ചിരി തിരക്ക്. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പം വലിയ ബ്ലോക്ക് നമുക്ക് അങ്ങോട്ടുള്ള ലൈനിൽ ബ്ലോക്ക് കാണില്ല. പക്ഷെ ഇങ്ങോട്ടുള്ള ലൈന് നല്ല ബ്ലോക്ക് ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശാലനേരം കിടന്ന് ഉറങ്ങാം. നല്ലപോലെ ഉറങ്ങിയേക്കാം. ആ, ഇവിടെ 2 പേര് ഒരു 7 മണിയാകുമ്പോൾ വിളിച്ചാൽ മതി രാവിലെ. ബുദ്ധിമുട്ടാവും. ഞാൻ എനിക്ക് ഉറക്കം വരുമ്പോ വിളിച്ചേക്കാം. ഉറക്കം വരുമ്പോ മറ്റേ നമ്മുടെ മെയിൻ ഡ്രൈവർ ഉണ്ട്, മുത്ത് നേരത്തെ കയറി കിടന്നിട്ടുണ്ട്. മുത്തിനെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ കേട്ടോ. കിടക്കണ്ട. ആ, പോയേക്കാം.